നമസ്കാരം എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിലെ പുതിയൊരു SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ ലോഹങ്ങൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് പഠിക്കാൻ പോകുന്നത്. PSC പള്ളിക്കൂടം എന്ന ചാനലിൽ SCRT ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ LP UP സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളുമുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മലിയബിലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് മലിയബിലിറ്റി. അടുത്ത ചോദ്യം: 1 ഗ്രാം സ്വർണത്തെ എത്ര ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താൻ സാധിക്കും? 6.7. 1 ഗ്രാം സ്വർണത്തെ എത്ര ചതുരശ്ര അടി പരപ്പളവിൽ അടിച്ചു പരത്താൻ സാധിക്കും? 6.7 ചതുരശ്ര അടി പരപ്പിലാണ് 1 ഗ്രാം സ്വർണത്തെ അടിച്ചു പരത്താൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 1 ഗ്രാം സ്വർണത്തെ ഏകദേശം എത്ര ദൂരം വലിച്ചു നീട്ടാൻ സാധിക്കും? എത്ര ദൂരമാണ്? 2 കിലോമീറ്റർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ലോഹങ്ങളെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയുന്ന സവിശേഷത അല്ലേ. അപ്പോൾ ഈ മലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് സ്വർണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹം ഉപയോഗിച്ചാണ്? ഏതാണ്? ടങ്സ്റ്റൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൺ ഉപയോഗിച്ചാണ്. അടുത്ത ചോദ്യം: ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് പ്ലാറ്റിനം. ഡക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് പ്ലാറ്റിനം. അടുത്ത പോയിൻ്റാണ്: കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉയർന്ന ഡക്റ്റിലിറ്റി മൂലമാണ്. കോപ്പർ, സ്വർണം മുതലായ ലോഹങ്ങൾ നേർത്ത കമ്പികളാക്കി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ഗാലിയം, സീസിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ഗാലിയം, സീസിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. എന്താണ് മൃദുലോഹങ്ങൾ? മൃദുലോഹങ്ങളെ കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കും അല്ലേ. മൃദുലോഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിച്ചെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി. ശ്രദ്ധിച്ച് പഠിക്കണം. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം എങ്ങനെയുള്ളതായിരിക്കും? നല്ല തിളക്കമുള്ളതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി. അടുത്തത്: താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ സവിശേഷതയാണ് താപചാലകത. താപം കടത്തിവിടാനുള്ള ലോഹങ്ങളുടെ സവിശേഷതയാണ് അല്ലെങ്കിൽ ലോഹങ്ങളുടെ കഴിവാണ് താപചാലകത. ഈ ചോദ്യങ്ങളെല്ലാം ഒന്നുകൂടെ നോക്കാം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? പ്ലാറ്റിനം അല്ലേ. കോപ്പർ, സ്വർണം മുതലായവയ്ക്ക് ഡക്റ്റിലിറ്റി വളരെ കൂടുതലായതുകൊണ്ടാണ് അവയെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് മൃദുലോഹങ്ങളെക്കുറിച്ചാണ്. ഏതൊക്കെയാണ് മൃദുലോഹങ്ങൾ? ഗാലിയം, സീസിയം, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. മൃദുലോഹങ്ങളെ നമുക്ക് കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിച്ചെടുക്കാൻ സാധിക്കും. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായി കാണപ്പെടുന്നു. ഈ സവിശേഷതയാണ് ലോഹദ്യുതി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ലോഹങ്ങൾക്ക് താപം കടത്തിവിടാനുള്ള കഴിവുണ്ട്. അതിനെ എന്താണ് പറയുന്നത്? താപചാലകത. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് ഏതിനാണ്? വെള്ളി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് വെള്ളിക്കാണ്. ചാലകതയുടെ കാര്യത്തിൽ വെള്ളിക്ക് തൊട്ടുപുറകിലായി ഉള്ളത് കോപ്പർ, അലുമിനിയം എന്നിവയാണ്. ഏറ്റവും കൂടുതൽ താപചാലകത വെള്ളിക്കാണ്, അതായത് സിൽവറിന്. ചാലകതയുടെ കാര്യത്തിൽ വെള്ളിക്ക് തൊട്ടുപുറകിലായി ആരൊക്കെയുണ്ട്? കോപ്പർ, അലുമിനിയം.
അടുത്ത ചോദ്യം, ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹമാണ് വെള്ളി. അപ്പോൾ താപചാലകതയും വൈദ്യുത ചാലകതയും ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് വെള്ളി എന്ന് പഠിച്ചു വെക്കുക. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹം കൊണ്ടാണ്? കോപ്പർ കൊണ്ടാണ് അല്ലേ. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹം കൊണ്ടാണ്? കോപ്പർ കൊണ്ടാണ്. ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് മാത്രമാണിത്. അപ്പോൾ ഒന്നുപോലും വിടാതെ പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈദ്യുത തൂണുകളിൽ കാണുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹം കൊണ്ടാണ്? അലൂമിനിയം അല്ലേ. വൈദ്യുത തൂണുകളിൽ കാണുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം കൊണ്ടാണ്. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് സൊണോരിറ്റി. നമ്മുടെ ലോഹം ഇങ്ങനെ കട്ടിയുള്ള പ്രതലത്തിൽ തട്ടുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും അല്ലേ. അതെന്തുകൊണ്ടാണ്? സൊണാരിറ്റി എന്ന കഴിവുള്ളത് കൊണ്ടാണ്. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടുമ്പോൾ ലോഹങ്ങൾക്ക് ഇങ്ങനെ ശബ്ദമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സൊണാരിറ്റി എന്ന സവിശേഷത കൊണ്ടാണ്. പോയിന്റ്, ലോഹങ്ങൾ ഉയർന്ന താപനിലയിൽ ഉരുകുന്നതും ഉയർന്ന സാന്ദ്രതയുള്ളവയുമാണ്. പഠിച്ചു വെക്കുക. ലോഹങ്ങൾ ഉയർന്ന താപനിലയിൽ ഉരുകുന്നതും ഉയർന്ന സാന്ദ്രതയുള്ളതുമാണ്. സാന്ദ്രത കൂടുതലുള്ളവയ്ക്ക് എപ്പോഴും നല്ല വെയിറ്റ് ഉണ്ടാവുമെന്ന് പഠിച്ചു വെച്ചാൽ മതി. വെയിറ്റ് കൂടിയ സാധനങ്ങൾക്കൊക്കെ സാന്ദ്രത കൂടുതലായിരിക്കുമെന്ന് ഒരു ചെറിയ കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ലോഹങ്ങൾ എപ്പോഴും നല്ല കനമുള്ളതാണല്ലോ, അപ്പോൾ അതിനെപ്പോഴും സാന്ദ്രത കൂടുതലായിരിക്കും. അടുത്ത പോയിന്റ്, താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം, സീസിയം, മെർക്കുറി. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. എല്ലാം പഠിച്ചു വെക്കണം. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഉയർന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം, സീസിയം, മെർക്കുറി. അടുത്ത ചോദ്യം, ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം. എന്താണ് ദ്രവണാങ്കം? ഖരം ദ്രാവകമായി മാറുന്ന ഒരു താപനിലയുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്രവണാങ്കം എന്ന് പറയുന്നത്. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയാണ് തിളനില. മാറിപ്പോരുത്. ഒരു ഖരം അല്ലേ, ഒരു ഖരവസ്തു ദ്രാവകമായി മാറുന്നതിന് ഒരു താപനിലയിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ ആ താപനിലയാണ് എന്ത്? ദ്രവണാങ്കം. ദ്രാവകം തിളച്ച് വാതകമാകുന്ന താപനിലയാണ് തിളനില. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പ്രസ്താവന രീതിയിലൊക്കെ 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ അല്ലെങ്കിൽ ലോഹങ്ങളുടെ പൊതുവായ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത, മലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണോറിറ്റി, ഉയർന്ന ദ്രവണാങ്കം. ഒന്നുകൂടെ പറയാം. ലോഹങ്ങളുടെ പൊതുവായ സ്വഭാവ ഗുണങ്ങളാണ് ഉയർന്ന താപചാലകത, ഉയർന്ന വൈദ്യുത ചാലകത, മലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണോറിറ്റി, ഉയർന്ന ദ്രവണാങ്കം. അടുത്ത ചോദ്യം, സോഡിയം ജലവുമായി പ്രവർത്തിച്ച് എന്താണ് ഉണ്ടാകുന്നത്? സോഡിയം ജലവുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്നത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോഡിയം ജലവുമായി പ്രവർത്തിച്ച് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രജൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. എന്താണ് ലോഹസങ്കരങ്ങൾ? 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് എന്ത്? ലോഹസങ്കരങ്ങൾ. സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരങ്ങളാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും, കോപ്പർ എന്ന് വെച്ചാൽ നമുക്കറിയാം ചെമ്പാണ് അല്ലേ. അപ്പോൾ ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒരല്പം ചെമ്പ് ചേർക്കും, കോപ്പർ ചേർത്തിട്ടാണ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ആഭരണത്തിന് നല്ല ഉറപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ സ്വർണത്തിൻ്റെയും കോപ്പറിൻ്റെയും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, കോപ്പർ, ടിൻ എന്നിവ ചേർന്നുണ്ടാവുന്ന ലോഹസങ്കരമാണ് ബ്രോൺസ് അഥവാ ഓട് അല്ലേ.
കോപ്പർ, ടിൻ എന്നിവ ചേർന്നുണ്ടാകുന്ന ലോഹസങ്കരമാണ് ബ്രോൺസ് അഥവാ ഓട്. ഇത് PSC പലതവണ ചോദിച്ച ചോദ്യമാണ്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കോപ്പർ എന്ന് വെച്ചാൽ എന്താണ്? ചെമ്പാണ്. ടിന്ന് അല്ലേ, ചെമ്പും ടിന്നും ചേർന്ന ലോഹസങ്കരമാണ് ഓട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ചെടി ഓട് എന്ന് പഠിച്ചാൽ മതി. എങ്ങനെ പഠിക്കാം? ചെടി ഓട് എന്ന് പഠിക്കുക. ചെടി, ചെമ്പ്, ടിന്ന് ചേർന്നാൽ എന്ത് കിട്ടും? ഓട് എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് നിക്രോം അല്ലേ. നിക്രോം ഏതിൻ്റെയൊക്കെ ലോഹസങ്കരമാണ്? നിക്കൽ, ക്രോമിയം, അയൺ, അതായത് ഇരുമ്പ്. നിക്കൽ, ക്രോമിയം, അയൺ ഇത് മൂന്നും ചേർന്ന സങ്കരമാണ് നിക്രോം. അത് നമുക്ക് ആ നിക്രോം എന്നുള്ളതിൽ നിന്ന് പഠിക്കാൻ പറ്റും. നിക്കൽ, ക്രോമിയം, അയൺ എന്നിവ ചേർന്നത് ഏത് ലോഹസങ്കരമാണ്? നിക്രോമാണ്. അടുത്തത് അൽനിക്കോ. അൽനിക്കോ ഏതിൻ്റെയൊക്കെ സങ്കരമാണ്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അൽനിക്കോ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്, അതായത് അയൺ. അൽനിക്കോ ഏതൊക്കെയാണ്? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, ഇരുമ്പ്. അടുത്ത പോയിന്റ്, ചില ലോഹസങ്കരങ്ങൾ അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള ചില ലോഹസങ്കരങ്ങളിൽ വളരെ ചെറിയ അളവിൽ കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹമൂലകങ്ങൾ ചേർക്കാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് പ്രവർത്തിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. അടുത്ത പോയിന്റ്, അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. അലുമിനിയം, സിങ്ക്, മഗ്നീഷ്യം, അയൺ മുതലായ ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഏതാ വാതകമാണ് ഉണ്ടാവുക? ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാവുക. ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. നാരങ്ങ മുറിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ അഥവാ കത്തി അല്ലേ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കത്തിയാണ് നാരങ്ങ മുറിക്കാൻ ഏറ്റവും നല്ലത്. എന്തുകൊണ്ടാണ്? സ്റ്റെയിൻലെസ് സ്റ്റീല് പെട്ടെന്ന് തുരുമ്പിച്ചു പോവുകയില്ല. അപ്പോൾ നാരങ്ങ എന്ന് പറയുന്നത് ആസിഡ് അല്ലേ. അപ്പോൾ നാരങ്ങ മുറിക്കാൻ ഏറ്റവും നല്ലത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തിയാണ്. അടുത്ത പോയിന്റ്, എന്താണ് ധാതുക്കൾ? ലോഹങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ലോഹാംശമടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധാതുക്കൾ. അപ്പോൾ ഈ ധാതുക്കളിൽ നിന്നാണ് നമ്മൾ എല്ലാ ലോഹങ്ങളും വേർതിരിച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ ലോഹങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ലോഹാംശമടങ്ങിയ പ്രകൃതിജന്യ വസ്തുക്കളെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. അടുത്ത ചോദ്യം, സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ലോഹമാണ് ഇരുമ്പ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ലോഹം ഏതാണ്? ഇരുമ്പാണ്. മൂന്നാമത്തെ ലോഹം ഏതാണ്? കാൽസ്യമാണ് അല്ലേ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂന്നാമത്തെ ലോഹമാണ് കാൽസ്യം. അടുത്തത്, രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ഹീമോഗ്ലോബിനാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. അടുത്തത്, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ലോഹമാണ് കാൽസ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ലോഹമാണ് കാൽസ്യം. നാം നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ് അല്ലേ. നാം നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. അടുത്ത പോയിൻ്റാണ്, അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ജലാംശം എന്നിവയുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അടുത്ത പോയിൻ്റാണ്, ഇരുമ്പും മറ്റ് പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇരുമ്പും മറ്റു പല ലോഹങ്ങളും അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം. അടുത്ത ചോദ്യത്തിൽ നിങ്ങളുടെ 1 മാർക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.
മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. PSCക്ക് വളരെ പ്രിയപ്പെട്ട ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ലോഹങ്ങൾ എന്ന ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇത്രയും ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ച് നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. PSC പള്ളിക്കൂടത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കണ്ടേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. LP UP എഴുതുന്നവർക്ക് വേണ്ടി സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അടുത്ത SCERT ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്